ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ട കളിക്കണം പറ. നിങ്ങളൊക്കെ ജോലി കഴിച്ച് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ഉള്ള നമ്പർ 91 ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് 18/6/2024. കറക്റ്റ് തന്നെ ചൊവ്വാഴ്ച 18 കറക്റ്റ് മണി കറക്റ്റ് 6:15 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് വൈകിട്ട് 6 to 10 മണി വരെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഫാമിലി വ്ളോഗ് ട്രാവൽ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാണ്. നിങ്ങൾക്ക് കുറച്ച് ബോർ അടിക്കുന്ന ആയിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല. സൊമാറ്റോ വ്ളോഗ് വന്നിട്ട് ബോറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഈ ആഴ്ച ട്രാവൽ വ്ളോഗ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ടാണ്, നമ്മുടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ്, LKG തൊട്ട് 4ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് ചെറിയ ട്രിപ്പ് ഉണ്ട്. അത് കൺഫേം ആയിട്ടില്ല. കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച നമ്മൾ പോകും. അപ്പോൾ ആ ഒരു ട്രാവൽ വ്ളോഗ് കാണും. വലിയ ദൂരമില്ല, അടുത്ത് തന്നെ. ഇവിടെ കോട്ടൂർ എന്ന സ്ഥലത്താണ് പോകുന്നത് കാറിൽ. സംഭവം റീയൂണിയൻ പോലെയാണ്, റീയൂണിയൻ വിത്ത് ട്രിപ്പാണ്. അപ്പോൾ അതൊക്കെ ഓക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. വേറെ വിഷയമൊന്നുമില്ല അല്ലേ? ഇല്ല വിഷൂട്ടി. ആ ഞങ്ങൾ പഠിച്ച സ്കൂളിലെ ഫ്രണ്ട്സിനോട് ട്രിപ്പ് പോകണം. നിനക്ക് എന്തായാലും ഞാൻ പണ്ട് LKG തൊട്ട് 4ാം ക്ലാസ്സിൽ പഠിച്ച് അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സിലൂടെ ട്രിപ്പ് പോണത്. അതാണ് പറഞ്ഞത്, മനസ്സിലായ? നീ LKG പഠിച്ച് നീ വലിയ പിള്ളേർ നീ ട്രിപ്പ് പോ റീയൂണിയൻ ചെയ്തല്ലേ? UKG ശരി, UKG. ഞാൻ ട്രിപ്പ് പോകാൻ പോണേ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട്. അവരെ കണ്ട് കുറെ ദിവസമായി. അതുമില്ലാതെ വാട്സാപ്പ് വഴി ചാറ്റ് മാത്രമേ ഉള്ളൂ, ഗ്രൂപ്പ് വഴി. ആ ഗ്രൂപ്പാണ് ആക്റ്റീവ് ഇല്ല. ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ടാണ് കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വിളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കാല് മാറി നടന്നൂടാ. ഞാൻ പോണ സമയം വൈശൂടെ UKG ഡിയിലാണ് പഠിക്കുന്നത്. UKG D സെക്ഷൻ അല്ലേ? ശരി. ഞാൻ പോട്ടാ, വേറെ പറയണോ നിനക്ക്? ഒന്നും പറയില്ല. LKG പഠിച്ച് പാസ്സായി UKGയിലോട്ട് പോയി. മുകളിലത്തെ ക്ലാസ്സിൽ, കൂടിയ ക്ലാസ്സിൽ. സൂപ്പർ, അടിപൊളി. ഇതുപോലെ തന്നെ പഠിച്ച് വലിയ ആളായിട്ട് LKG പഠിച്ച് പുതിയ സ്കൂളിൽ പോയാ, പുതിയ ക്ലാസ്സിൽ പോയെന്ന് പറയാം. സ്കൂൾ അതേ സ്കൂളിൽ തന്നെ. ഷൂട്ട് ഇതുപോലെ തന്നെ പഠിച്ച് പാസ്സായി വലിയ പിള്ളയാകുമ്പോൾ വലിയ പഠിത്തം പഠിക്കണം കേട്ടാ. വലിയ MBA MCOM ആ ലെവലിൽ പോകണം. ഞാനൊക്കെ BCA എടുക്കാൻ പാട്ട് എനിക്കറിയുള്ളൂ, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. BCA കംപ്ലീറ്റ് ആക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പറയാം. പൊയ്ക്കൊണ്ടിരിക്കും. ശരി, അയ്യോ ശരി, കാല് വാനിക്കാതെ പഠിക്കാം. ഓക്കെ, ഞാൻ ഓക്കെ അപ്പം പറയാം. അപ്പൊ ജീവിതത്തിൽ അവിടെ പറ, ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ടക്ക് നിക്കണം. തുപ്പണ തന്നെ. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. പോയിട്ടാ സമയ. സൂപ്പർ. അപ്പോൾ ഓക്കെ പോന്നാ. ഓക്കെ അവിടെ ആയിട്ടുണ്ടല്ലോ. ശരി, പോയിട്ട് അപ്പോൾ ഓക്കെ, വണ്ടി പുറത്തിറക്കി പോന്നാ. ശരി, പോയിട്ട് ബൈ. അപ്പോൾ ബാറ്റ്സ്, ഫോണ്, ഹെഡ്ഫോൺ, ഇങ്ങോട്ട് കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 6 മണി കഴിഞ്ഞുകൊണ്ട് നേരെ പൂജപ്പുരം മൈനോട് പോകാം. അവിടെ പോയി അടുത്ത ഓർഡറില്ല ഫസ്റ്റ് ഓർഡർ വെച്ച് എങ്ങോട്ടെങ്കിലും ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരെണ്ണം ഓടിയായിരുന്നു. 187 കിട്ടിയായിരുന്നു. മൊത്തം 3 ഓർഡർ. നഷ്ടം. ഓട്ടോ ഇല്ല, പറഞ്ഞില്ലേ? ഓക്കെ, വണ്ടി ഇവിടെ നടത്തിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പോകുന്ന ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഓർഡർ അടിക്കണില്ല. അപ്പോൾ ഒന്ന് നേരെ വഴുതേക്കാട് പോകും, അപ്പോഴും പോലെ. ഓക്കെ, 110 അടുത്തിട്ടുണ്ടേ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സ് അടുത്തിനവിടെ. ഓക്കെ, റെഡി വന്ന് ബാബാ പോയി എടുക്കാം. റെഡി വന്നേ. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഓക്കെ, നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നന്ദാവനാണ്. ഇവിടെ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പലാക് പനീർ റൈസാണ്. ലൊക്കേഷൻ എത്താറായി. ഇവിടെ പറഞ്ഞത്. ഹലോ, സൊമാറ്റോ ആണേ. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരാമോ? വരാം. ഇതല്ലേ അപ്പു? ഓക്കെ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 20 രൂപ 90 പൈസയാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചത് ലോങ് ഓർഡറാണ്. മദർ വെജ് പ്ലസ് ആക്സെപ്റ്റ് ഓർഡർ. ഇങ്ങനെ അടിക്കണം ഓർഡർ ആയി കഴിഞ്ഞാൽ.
ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, മൈക്ക് കണക്ഷൻ ശരിയായാലും കൊടുത്തത് എപ്പോഴും പോലെ. ഇതെന്തോന്നത് നേരത്തെ പറഞ്ഞ എല്ലാം വെറുതെ നോയ്സ് കയറി വന്നു. കുറച്ചുകൂടെ താമസിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വ്ളോഗും പോയേനെ. ശരി, കുഴപ്പമില്ല, ബൈക്ക് ഇവിടെ കൊണ്ട് വയ്ക്കാണ്, കുഴപ്പമില്ലല്ലോ. ഇതെപ്പോഴും ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ വ്ളോഗർമാർക്ക് ഈ പണി എപ്പോഴും കിട്ടില്ല, മൈക്കിൻ്റെ പ്രശ്നം. കഷ്ടപ്പെട്ട് എല്ലാം റെക്കോർഡ് ചെയ്തെങ്കിൽ ലാസ്റ്റ് സൗണ്ട് കാണില്ല. റീച്ച് ലൊക്കേഷൻ റെഡിയായാണ്, റെഡിയായി. ബാ കൊച്ചു വെളിയാ, സൂപ്പർ. ഇന്ന് കൊച്ചു വെളി കാണിച്ചിരാം. 8545 854. ഓക്കെ രണ്ടാമത്തെ ഓർഡർ പിക്ക്ഡ്. നമ്മളങ്ങനെ ചാക്ക ജംഗ്ഷൻ എത്തി. അയ്യോ സിഗ്നൽ വീണാ. ശരി കുഴപ്പമില്ല. കറക്റ്റായിട്ട് ഞാൻ എത്താൻ നേരത്തെ ഗ്രീൻ ഓഫ് റെഡ് വീണു. കണ്ടാ, അതാണ് നമ്മളെ സമയം. ലൈഫ് അങ്ങനെയാണല്ലേ, നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുന്ന നേരത്ത് റെഡ് വീഴും ഇടയ്ക്കിടയ്ക്ക്. നമ്മളതിൽ വെയിറ്റ് ചെയ്യണം, നമുക്കുള്ള ഗ്രീൻ വീഴുമ്പോൾ നമ്മൾ പെട്ട് പറക്കണം. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഓക്കെ, ഇങ്ങനെയൊക്കെ മെസ്സേജ് പറയാൻ പറ്റുള്ളൂ അല്ലേ. എന്തു വലിയ പാലോ അല്ലേ, അമ്മോ നല്ല വലിയ സൈസ്. ഇത് എങ്ങനെ പണിഞ്ഞൊന്നും അല്ലേ, സമ്മതിക്കണം. ഈ ലോകത്തെ ഏറ്റവും വലിയൊരു ഭീകര ജീവി എന്ന് പറഞ്ഞ മനുഷ്യനാണ്. കാരണം ബാക്കിയുള്ള എല്ലാ മൃഗങ്ങൾക്കും ബുദ്ധി കുറവാണ്, നമുക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി കൂടുതൽ. അതാണ് ഏറ്റവും വലിയ ആപത്ത്. അതുകൊണ്ട് ആ ബുദ്ധി നല്ലതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. സൂപ്പറായിട്ട് ലൈഫ്. അപ്പോൾ ഇതാണ് ചാക്ക എയർപോർട്ട് റോഡ്. അപ്പോൾ ഇങ്ങോട്ട് നല്ലപോലെ കാണിച്ചു തരാം സൂപ്പറായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഓർഡർ അടിക്കില്ല, വല്ലപ്പോഴും അടിക്കോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ പറക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ലൈറ്റൊന്നും ഇരുട്ടാക്കില്ല. നമ്മളങ്ങനെ ആൾ സയൻസ് കോളേജ് ജംഗ്ഷൻ എത്തി. ഇവിടെ നേരെയാണ് പോകേണ്ടത് വെളിയിലോട്ട്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം വരുമായിരിക്കും. ഒരൊറ്റ ലൈറ്റില്ല, ഗ്യാസ് വേണ ലൈറ്റൊക്കെ ഇട്ടുപോയി. എത്ര ആട്ടോ CNGക്ക്. അപ്പോൾ ഗ്യാസ് വണ്ടിയാണെങ്കിൽ പണിയാണല്ലേ, വലിയ ക്യൂ നിൽക്കണം. പക്ഷേ എൻ്റെ അമ്മോ, ഒരു 10, 30, 40 ആട്ടമുണ്ട്. ഇതേ പെട്രോൾ ആണെങ്കിൽ പെട്ടെന്ന് അടിച്ചിട്ട് പോകാമായിരുന്നു. എത്ര സമയം പോലും, അരമണിക്കൂർ പോകും. വലിയ ക്യൂ ആയിരുന്നു. സിനിമ തിയേറ്ററിൽ ക്യൂ നിൽക്കുക, അതുപോലെ നിൽക്കുകയാണ് എല്ലാവരും. നമ്മളങ്ങനെ വേളി ടൂറിസ്റ്റ് വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ക്ലോസിംഗ് ആണ്, ഇപ്പം ക്ലോസായി. കറക്റ്റ് 6 മണി വരെ ഉള്ളൂ. അതിനും ഭാഗത്ത് കാരണം ഇതുവരെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതിന് ശേഷം മാപ്പ് നോക്കിയാണ് പോകേണ്ടത് നമ്മൾ. അലുമ്പേ മാപ്പ് നോക്കി പോണവേ. മാപ്പ് എണ്ണാൽ കറക്റ്റ് കാണിക്കണം. കടലിൽ കരിക്കളയിൽ അന്ന് അതൊരു മാപ്പ് കാണിച്ചു കടലിലോട്ട് വഴി പോകണമായിട്ട്. എനിക്കല്ല, 6 കൂട്ടുകാരൻ. ചിലപ്പോൾ ആരെങ്കിലും മീൻ പിടിക്കാൻ പോയ ആൾ കടലിൽ നിന്ന് ഓർഡർ ചെയ്താണ്, അതാണ് അങ്ങോട്ട് കാണിച്ചത്. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. 22A. തുറക്കാൻ പറ്റുമോ? ഇവിടെ അല്ലേ, ലിയാൻ ലിസാറോ. ഓക്കെ ശരി, ഒരു ഹായ് പറ, ക്യാമറ നോക്കി. യൂട്യൂബറാണ്. ഇപ്പം ലൈഫ് അടിച്ച് പൊളിക്കണം കാഴ്ച പറ. അതും പറയില്ല, കൊച്ചു പയ്യൻ പാവം. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ, യൂട്യൂബൊക്കെ അല്ലേ. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 100 രൂപ 67 പൈസയാണ്. പോന്നാ, കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. വാ നേരെ പോയി വെട്ടാട് പള്ളി, അവിടെ നിന്ന് ശംഖ് പോകാം. അങ്ങനെ പോകണമെങ്കിൽ പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് വന്ന വഴി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. എല്ലാ വഴിയും ഒന്നേ തന്നെ അല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. ശരി, നമുക്ക് ഇങ്ങനെ പോകാം. വാ, ഒരു ചേഞ്ച് അത് വേണ്ടേ. വന്ന വഴി പോയി ബോറടിക്കും, പുതിയ വഴി കൂടെ പോകണം. വന്ന വഴി മറക്കാൻ പാടില്ല, അതേ സമയത്ത് നമ്മൾ ആരും പോകാത്ത വഴി കൂടെ പോകണം. എങ്കിലേ പുതിയ ലൈഫ് കേട്ടുള്ളൂ നമുക്ക്. പുതിയ ലൈഫ്, പുതിയ ഒരു വേണ്ട ആലോചിച്ച് പറഞ്ഞ സമയമാകും. നമ്മളങ്ങനെ വെട്ടുകാട് പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചേക്കാം. വാ, അടിപൊളി. ഇപ്പോൾ UK എൻ്റെ കൂട്ടുകാരുണ്ട്, മനോജ് സൈമൺ. പുള്ളിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കയറണത്. അങ്ങോട്ട് പോയ കടലാണ്. പോയിട്ടെന്നാലോ, വാ, പെട്ടെന്ന് ആവട്ടെ, 5 മിനിറ്റ് സമയമേ ഇതുവഴി വരുമ്പോഴേ വെളിയിൽ നിന്ന് കണ്ട് പോയിക്കളെ, ഇങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും കയറി നോക്കാം. വാ. അപ്പോൾ മനോജ് സൈമൺ ഹാപ്പി അല്ലേ? ഇപ്പോൾ നേരെ കാണുന്ന ബീച്ചാണ്. ഓക്കെ, അത്ര തന്നെ പോകാം. അവിടെ നിൽക്കേണ്ട. അപ്പോൾ സമയമായിക്കൊണ്ടിരിക്കുകയല്ലേ. യേശുവെ കാത്തോണേ, എല്ലാം നല്ലത് നടക്കണം, അത്രയേ ഉള്ളൂ. എല്ലാം പോസിറ്റീവായിട്ട് നടക്കട്ടെ കാര്യങ്ങളൊക്കെ. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ജയിപ്പിക്കണേ. പഴയ ഓർമ്മയൊക്കെ പറഞ്ഞല്ലേ ഇവിടെയുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ. എന്ത് ചെയ്യുക, നിങ്ങളവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം അല്ലേ, എല്ലാം കളഞ്ഞിട്ട് പോയി. നമുക്കിവിടെ ജോലിയുണ്ട്, ശമ്പളമില്ല, പക്ഷേ എല്ലാം കാണാൻ പറ്റും നമ്മൾ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും. അതാണ് എന്ത് ചെയ്യുക, ലൈഫ് അങ്ങനെ തന്നെ. ഒന്ന് പോയാലോ ഒന്ന് കെട്ടോളൂ. ശരി, ഓക്കെ പോയാലേ, ഇനി നിൽക്കണ്ട, സമയം കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്റ്റീം പോട്ട് ആക്സെപ്റ്റ്. എന്നാൽ പെട്ടെന്ന് കയറി ഇപ്പോൾ സിഗ്നലിൽ പോയി. കമൺ കോയിക്ക്. നീതാന എൻ കൺകൾ നീതാന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ സ്റ്റീം പോട്ട് വഞ്ചൂർ. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ദൂരം ഉണ്ട്, ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് പിക്കപ്പ് ദൂരമാണ്, പിക്കപ്പ് ചാർജ് ഇല്ല, ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ. ഓക്കെ, സ്റ്റീം പോട്ട് എത്തിയിട്ടുണ്ട്. ഓർഡർ പിക്കാൻ സമയം റെഡി വന്ന്. സംഭവം ഹോട്ട് കഞ്ഞി, അതായത് ചൂട് കഞ്ഞി. അത്ര തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും പയർ. വീട്ടിൽ ഇടയ്ക്കിടെ ഉണ്ടാക്കി കഴിക്കും. ചൂട് കഞ്ഞി, പയർ, ചമ്മന്തി, പിന്നെ അച്ചാർ കാണും, പിന്നെ മുളക് കാണും. ഓ, ടേസ്റ്റ് ആയിരിക്കും. 475 ഹോട്ട് കഞ്ഞിയാണ്. 8475 റെഡി ആയില്ല. അപ്പോൾ അവിടെ അതാ 8475 ഇതാണ്. ഓക്കെ, പിക്ക്ഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 8:15 മണിയായിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഈഞ്ചക്കിലാണ്. ഇവിടുന്ന് കറക്റ്റ് 2.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഹോട്ട് കഞ്ഞി, അതായത് ചൂട് കഞ്ഞി. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഈഞ്ചക്കൽ ജംഗ്ഷനിൽ പോകണ്ട, കുറച്ച് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു റീച്ച് ലൊക്കേഷൻ. സൊമാറ്റോയാണ്, ഫുഡുണ്ട്. അകത്ത് കയറാമോ? വരുമല്ലേ, കസ്റ്റമർ വിളിച്ചു നോക്കാം. അകത്ത് വണ്ടി പോകില്ല, അകത്ത് നമ്മൾ വേണമെങ്കിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിൽക്കാൻ കുഴപ്പമില്ല.
ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, ക്യാമറ ഓഫ് വെച്ച്, കാരണം വേറെ ഒന്നുമില്ല, കസ്റ്റമർ വരും വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ക്യാമറ ഓൺ ചെയ്യുന്നുണ്ട്, ചാർജ് പോകും. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ്, അത് സ്കാനിങ് വഴി പൈസ അടച്ചിട്ടുണ്ട് സൊമാറ്റോ ഡയറക്റ്റ് ആയിട്ട്. സബ്മിറ്റ്. ഓക്കെ, പോന്നാ. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 30 രൂപ 50 പൈസ. എന്തോന്ന് പറഞ്ഞാൽ ചെറിയ പേയ്മെൻറ്റ് ആയിരിക്കും അതൊക്കെ. 5 കിലോമീറ്റർ ഓടി കിട്ടി 30 രൂപ. അടുത്ത ഓർഡർ അടിച്ച് ബാലൻസ് കമലം റെസ്റ്റോറൻറ്റ് 20 രൂപ, ചെറിയ ഓർഡർ. എന്തോന്ന് ഇത്? ഷേ, കമോൺ കമോൺ, ക്വിക്ക് ക്വിക്ക് ക്വിക്ക്. ഓക്കെ, ബാലൻസ് കമലം റെസ്റ്റോറൻറ്റ് റീച്ച് ലൊക്കേഷൻ. റെഡി ആയിട്ടില്ല, 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓർഡർ റെഡി ആയിട്ടുണ്ട്. ബാ എടുക്കാൻ പോയി. 14:25 അതേനാ. ഓക്കെ, ഓർഡർ പിക്കഡ്. വാ പോ, സമയം. റിംഗ് മാസ്റ്റർ സിംഗപ്പൂർ சுற்றி வரும் பெண்கள் பார்க்காதே எனக்கு വിസറകൾ കോടി ഇருக்கு. ഇതേതാ പാട്ടെന്ന് പറ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്തിനോട് മഞ്ചൂർ, കറക്റ്റ് 550 മീറ്റർ ദൂരമേ ഉള്ളൂ. കൊണ്ടുപോകുന്ന ഐറ്റം വന്നിട്ട് പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, ചിക്കൻ പെരട്ട്, ചിക്കൻ ഫ്രൈ, പിന്നെ വന്നിട്ട് ചിക്കൻ ലിവർ ഫ്രൈ. ഇത്ര ഐറ്റമാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണി ആയിട്ടുണ്ട്. REMO കാതൽ യാണൈ വർഗിര റെമോ പളയിതയങ്ങൾ പത്തിരം റെമോ റംബക്രമോ ഇതിലെ പാട്ടില്ല. ആ സമയത്തൊക്കെ ഈ പാട്ട് മാസമായിരുന്നു. അപ്പോൾ റെമോ എന്ന് പറഞ്ഞ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നില്ലേ. നമ്മളൊക്കെ ആ സമയത്ത് മുടിയും വളർത്തി. നമുക്ക് റെമോ ലുക്കൊന്നുമില്ല, ഒരു ഗാവറയ്ക്ക് ലുക്കാണ് ആ സമയത്തൊക്കെ. റീച്ച് ലൊക്കേഷൻ, കോൾ കസ്റ്റമർ. ആ സൊമാറ്റോ ആണേ. എത്തി. ഹൗസ് നമ്പർ 200 അല്ലേ? ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഓഫ് ചെയ്തപ്പോഴത്തേക്ക്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ചെറിയ ഓർഡറിന് അടുത്ത പോലെ അതേ റെസ്റ്റോറൻറ്റ് ബാലൻസ് കമലം. ഓക്കെ, ബാലൻസ് കമലം എത്തിയിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡിയായ? റെഡിയായി. ബാ പെട്ടെന്ന് പോയെടുക്കാം. ബാ 9562 9562 അത് തന്നെ. ഓക്കെ, ഓർഡർ പിക്കഡ്. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല, പൊളി കണ്ട കാണണ്ട കള്ള. ശരി തന്നെ, കൈവിട്, ലൈഫ് അടിച്ച് പൊളിക്കണക്കായി. ഓക്കെ, അപ്പോൾ പോകുന്ന മണി ഇപ്പോൾ കറക്റ്റ് 8:40 ആയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം മട്ടൺ കറിയാണ്. പോകേണ്ട സ്ഥലം കൈ നമുക്ക് ഇവിടെ നേരെ പോയി ലെഫ്റ്റിൽ റൈറ്റ് തിരിയണം. 550 മീറ്റർ ദൂരമേ ഉള്ളൂ. ചെറിയ ഓർഡറിന് കുഴപ്പമില്ല, പെട്ടെന്ന് കൊടുത്ത് വരാം. അപ്പോൾ ഇവിടെ ചാളെ പരിചയപ്പെട്ട് അതിന് പേര് ചോദിക്കാൻ മറന്നുപോയില്ല. കുഴപ്പമില്ല. അതായത് പുള്ളി നമ്മുടെ വീഡിയോസിലായിട്ട് കാണുമെന്ന് പറഞ്ഞ് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറം എന്ത് വേണം അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് കയറിയിട്ട് പിന്നെ ലെഫ്റ്റ് അല്ലേ. ഇവിടെ വഴിയില്ല ഇങ്ങോട്ടൊന്ന്. ഇത് ഏത് വീട് ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ട് വഴിയില്ല. മിക്കവാറും ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും പറഞ്ഞ വീട്. അപ്പോൾ ഇതുവഴി പോകാൻ പറ്റില്ല. ബാക്കിട്. ഒരു കാര്യം ചെയ്യും, കസ്റ്റമർ വിളിച്ചു നോക്കാം. വാ. ഓക്കെ, അപ്പോൾ മാപ്പ് പണി വന്ന് ലൊക്കേഷൻ തെറ്റാണ്, ഇവിടെ ഇല്ല. ഇപ്പോൾ റോഡിന് അങ്ങോട്ട് പോയിട്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് പറഞ്ഞത്. ദേവദൂതൻ പാടി. പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? പോസ്റ്റ് ഓഫീസ് എവിടെ വരും? അപ്പുറത്ത്. ഓക്കെ, അവിടെയാണ്. ശരി, താങ്ക്സ്. ഓക്കെ, അപ്പുറത്താണെന്ന് പറഞ്ഞ് ഇതേപോലത്തെ റോഡ്. ഇപ്പം എന്തുകൊണ്ട് ഈ പാട്ട് ഞാൻ പാടുന്നത് ആർക്കറിയാം, മൈൻഡിൽ വന്ന് പാടണം അത്ര തന്നെ. ഓക്കെ, ഇത് തന്നെ അല്ലേ പോസ്റ്റ് ഓഫീസ്? ഇത് തന്നെ. ശരി, കറക്റ്റ് ലൊക്കേഷൻ. ഓക്കെ. ആ വീട് ഉള്ളിലോട്ടാണ് കേട്ടോ, കറക്റ്റ്. ആ വീടിൻ്റെ ബാക്ക് സൈഡിൽ വീട് വരും. ഇതാണ് ഇങ്ങോട്ട് കാണിച്ചത് മാപ്പിലോട്ട്. ശരി, കുഴപ്പമില്ല. ഓക്കെ, ഓർഡർ ഡെലിവറി പോന്നാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 20 രൂപയാണ്. അപ്പോൾ നമുക്ക് പോയി കൈതമ്പൂർ ജംഗ്ഷനിൽ നിൽക്കാം. അവിടെ പോയി അടുത്ത ഓർഡർ വെച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ ഇരിക്കണം. ബാ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ചെറിയ ഓർഡർ, എല്ലാം ചെറിയ ഓർഡർ, എല്ലാം 20 രൂപയാണ്. പുളിമൂട് QR സ്മാൾ KFC. ബാ അങ്ങോട്ട് പോകാം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം KFC പുളിമൂടാണ്. ഇവിടുന്ന് കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ KFC എത്തിയിട്ടുണ്ട്. ഇവിടെ കൊണ്ട് വണ്ടി അവിടെ വയ്ക്കാം. ഓക്കെ, ഒരു കഞ്ചാടി ചെയ്താലേ. അയ്യോ, സൂര്യയുടെ പാട്ട് പാടില്ല, ഞാൻ പാടി വെറുതെ അടിയാവും. സൂര്യ ഫാൻസ്, വിജയ് ഫാൻസായിട്ട് കഴിഞ്ഞ വ്ളോഗിൽ കമൻറ്റ് ബോക്സിൽ അടിയായിട്ടുണ്ട്. അതെ. ഓക്കെ, 1400 കണ്ട റെഡി കണ്ട. ഓക്കെ, താങ്ക് യു. കിട് ഓർഡർ അൾട്ടിമേറ്റ് സേവിങ് ചിക്കൻ ബക്കറ്റ്, ചിക്കൻ ലെഗ് പീസ്. ഇതാണ് ഓർഡർ ഐറ്റം. ഇപ്പോഴേ വായിച്ച് പറഞ്ഞൊക്കെ കാണാതെ പഠിക്കാൻ അതൊക്കെ പാടാണ്. ചെറിയ ഐറ്റം പറയായിരുന്നു. അതുപോലെ അൾട്ടിമേറ്റ് ചിക്കൻ ബക്കറ്റ്, ലെഗ് പീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ അതൊക്കെയാണ് ഐറ്റം കൊണ്ടുപോകേണ്ടത്. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വാൻഡ്രസ് ജംഗ്ഷനാണ്. ഇവിടുന്ന് കറക്റ്റ് 1.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം നേരത്തെ പറഞ്ഞ ചിക്കൻ ലെഗ് പീസും മറ്റേ ചിക്കൻ ബക്കറ്റൊക്കെ തന്നെ.
സ്റ്റാച്ചു പുളിമുടൊക്കെ സൂപ്പർ ലൈറ്റിങ് കാര്യങ്ങൾ അടിപൊളിയാക്കി. ഇവിടെ കടകളൊക്കെ എന്താ എല്ലാം മിന്നാണല്ലേ. ഇതാണ് ശാന്ത പെയിൻറ് ഹൗസ്. ഇവിടെയൊക്കെ പണ്ട് വർക്ക് ചെയ്യാൻ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ. എന്നെ വിളിച്ച് ഞാൻ പോയില്ല. അന്ന് ആ സമയത്ത് കുറേ പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു. മാസം ഒരു 5,000-6,000 ശമ്പളം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലത്തെ ജോലി സെറ്റാവില്ല. നമുക്ക് എൻ്റെ ഫീൽഡ് ഇറങ്ങണം ഇഷ്ടം, കറങ്ങി നടക്കണം. സിഗ്നൽ വീണ് അപ്പം 1000 രൂപ. അപ്പോൾ ഇതുപോലത്തെ ഡിലേ ആണ് റെസ്റ്റോറൻറ്റിലൊക്കെ പെട്ടെന്ന് ഓർഡർ അടിക്കുമ്പോൾ ഈ പാട്ട് പാടിക്കണം കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ വാൻഡ്രോസ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. സിഗ്നൽ വീണ് കണ്ടാ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്നുള്ള സമയം വരുമ്പോൾ കറക്റ്റ് ഗ്രീൻ വീടും. ഇപ്പോൾ ഇത്രയും റെഡായിരുന്നു, ഞാൻ വന്ന ഗ്രീൻ ആയണ്ട. ഓക്കെ, ഇവിടെ എവിടെ ലൊക്കേഷൻ വരുന്നത്? ഇവിടെ ഏതാ ഹോട്ടലാണോ? ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, മാപ്പ് നോക്കട്ടെ. നേരത്തെ മാപ്പ് നോക്കിയാൽ വേറെ വീട്ടിൽ പോയി കയറിയത്. നിങ്ങൾ പോകുന്ന സ്ഥലം എല്ലാം കറക്റ്റായിട്ട് കാണിച്ച് തരാമല്ലോ. തേപ്പാണ് മാപ്പ്. ഓക്കെ, ഇതാണ് ഹോട്ടൽ തോന്നുന്നു. ജിവൽ പ്ലാസ. ഇതിനെ കറക്റ്റ് ഈ സൈഡിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കസ്റ്റമർ വിളിക്കാം. ബാ കമോൺ ഗൈസ്. ഇവിടെയാണോ ഫാസിൽ? ഓക്കെ ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. മണി ഇപ്പോൾ കറക്റ്റ് 9:06 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റ് 1 മണിക്കൂർ സമയമുണ്ടല്ലേ. 1 മണിക്കൂറിൽ ഒരു 4 ഓർഡർ അടിക്കുമായിരിക്കും. ചെറിയ ഓർഡർ 4 അടിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 21 രൂപ 18 പൈസയാണ്. അടുത്ത ഓർഡർ അടിച്ചാൽ സൂപ്പർ, കൊള്ളാലോ, വലിയ കുഴപ്പമില്ല. 41 രൂപ ഓർഡറാണ്. ശരി, ശർമാസ് പഞ്ചാബി ധാബ, 1000 തമ്പാനൂരിൽ പോകണം. ബാ കമോൺ. നോക്കി ഇറങ്ങണം. വളവാണ്, ഇറക്കമാണ്, സ്പീഡിൽ കയറി വരും. അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ചു വേണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഇവിടെ കാര്യങ്ങളാണ്. പറഞ്ഞാ ഓ ഡേഞ്ചറാണല്ലോ ഈ കർവ്. ഇങ്ങനെ കയറാൻ പാടില്ല. കാരണം നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് സത്യം ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ കയറല്ല, ഡേഞ്ചറാണ്. ഇനി വളയ്ക്കാം ബാക്ക്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും ബാക്കിൽ നിന്ന് വണ്ടി പറഞ്ഞാൽ ഇല്ലേ എന്നുള്ളത്. നല്ല കർവിൽ നിങ്ങൾ പെട്ടെന്ന് കയറിക്കളാൽ പണി കിട്ടും. ഓക്കെ, ഉണ്ടായി. ഇനി സേഫാണ്. ഒരു 50 മീറ്റർ കറങ്ങണം, അത്രേ ഉള്ളൂ. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര 30 സെക്കൻഡ് ആവും, അത്രേ ഉള്ളൂ. ആ 30 സെക്കൻഡ് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഒരുപാട് ജീവിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ അരിസ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. പഞ്ചാബി ധാബ. അങ്ങോട്ട് വഴി ശരിയായാ? ഇല്ലല്ലേ, ശരിയായിട്ടില്ല. അതാണ് തോണ്ടിട്ടിരിക്കാൻ എപ്പോഴും. ഇങ്ങേയോ പോകിன்ற മേഘമുളുക്കുത്. പായി വന്ന പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ബോറിംഗ് ആണ്, ക്ഷമിക്കണം. ഓക്കെ, എനിക്ക് വേറെ വഴിയില്ല, പാട്ട് പാടി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. റീച്ച് ലൊക്കേഷൻ 5 മിനിറ്റ്സ് ആവും. റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. 2164. ഓക്കെ ബാഗിലൊക്കെ ഇട്ട് ലാസ്റ്റ് സമയമാകുമ്പോൾ ഇത്തിരി എനർജി കുറയും. വിശപ്പുണ്ടാവും, വെള്ളം ദാഹം ഉണ്ടാവും അല്ലേ. ഓക്കെ, ഓർഡർ പിക്കഡ് പോന്നാ കമോൺ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കല്ലാട്ടുപുക്കാണ്. ഇവിടുന്ന് 4.2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം പനീർ ടിക്ക മസാല, പനീർ ബട്ടർ മസാല, പിന്നെ വന്നിട്ട് റൊട്ടി. എന്ത് റൊട്ടി അത് മറന്നുപോയല്ലോ, അയ്യോ ഒന്ന് ആലോചിച്ചൊരു മിനിറ്റ്. എന്നിട്ട് തന്തൂരി ബട്ടർ റൊട്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തമ്പാനൂരാണ്. സൂപ്പർ അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ടൂർ പോകാൻ കൊതിയാണത്. കാരണം ഇപ്പുറത്ത് ബസ് സ്റ്റാൻഡ്, അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ്. എവിടെയെങ്കിലും പോകണം അല്ലേ, സ്ഥലമൊന്നുമില്ല. കന്യാകുമാരി, കാശ്മീരോ എങ്ങോട്ടെങ്കിലും പോകണം. ട്രെയിനിൽ പോകാൻ കൊതിയാണ്. അന്ന് പോയില്ലേ കന്യാകുമാരി ട്രെയിനിൽ പോയപ്പോൾ എന്ത് രസമായിരുന്നു പറയുമ്പോൾ. കുറേ ലൊക്കേഷൻ കണ്ടിങ്ങനെ പോയി. വ്ളോഗും സൂപ്പറായിരുന്നു, നല്ല വൈബും ആയിരുന്നു. സൊമാറ്റോ വ്ളോഗ് കൊള്ളാം, പക്ഷേ എന്ത് പറയാം, കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കില്ലായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ലല്ലോ. വേറെ എന്ത് ചെയ്യാം, നമ്മളെ ജോലി അല്ലേ, നമുക്ക് വരുമാനം തരുന്ന ജോലിയാണിത് സൊമാറ്റോ. അതേ സമയത്ത് ഒരു കണ്ടൻറ്റുമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തേ പറ്റൂ, വേറെ നോക്കാൻ പാടില്ല. എല്ലാ വ്ളോഗും ചെയ്യാം. സൊമാറ്റോ ഒരു 4 വ്ളോഗ് ചെയ്യണം ആഴ്ചയിൽ. പിന്നെ ബാക്കിയുള്ള ട്രാവൽ വ്ളോഗ്, ഫ്രണ്ട്സ് വ്ളോഗ്, ഫാമിലി വ്ളോഗ് എല്ലാം ചെയ്യണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മണക്കാട് ജംഗ്ഷൻ. ഇവിടുന്ന് നേരെ പോയാൽ കൊഞ്ചിറുള്ള, റൈറ്റ് പോയാൽ കല്ലാട്ടുമുക്ക്. റൈറ്റാണ് പോകേണ്ടത് കല്ലാട്ടുമുക്കിലോട്ട്. പിന്നെ ഇവിടെ കുറച്ച് റോഡ് മോശമാണ്. പിന്നെ മഴ പെയ്താൽ ഭയങ്കര വെള്ളം കയറും. ആ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലോട്ടല്ലേ. ഓക്കെ, കുറച്ച് ഫ്രണ്ടിലായിപ്പോയി, കുഴപ്പമില്ല. തുള്ളി 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 മഴയായി നിന്നാലേ. ഹൗസ് നമ്പർ 80 ആണല്ലേ. ഓക്കെ, ഇത് തന്നെ. ഇവിടെയാണോ? സൊമാറ്റോ ആണേ. അപ്പോൾ സൊമാറ്റോ ആപ്പ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഗോപ്രോ ചാർജ് ഓഫായി. ഇപ്പോൾ പിന്നെ ഓണായി, ഇപ്പോൾ പിന്നെ ഓഫാവും. അതിന് മുമ്പ് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ ഇനി ഒന്നുമില്ല പറയാൻ കാണിക്കാനായിട്ട്. നേരെ വീട്ടിൽ പോകാം അല്ലേ. കമോൺ ഗൈസ്. അപ്പോൾ ജീവിതത്തിൽ ലാസ്റ്റ് പറയാം ഡയലോഗ്. ഓക്കെ, കാപ്പി പിടിക്കാം. ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് റവ ദോശ ആൻഡ് സാമ്പാർ, കടലമാവ് സാമ്പാറാണ്. എന്ത് സാമ്പാർ അത്? ചെറുപരിപ്പ് സാമ്പാറാണ്. ഓക്കെ, അപ്പോൾ കഴിക്കാന്നാ. അപ്പോൾ അതിന് മുമ്പായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 617 രൂപ. 10 ഓർഡർ, 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. രാവിലെയും ഉച്ചയ്ക്കും ചേർത്ത്, അല്ലല്ലോ ഉച്ചയ്ക്ക് വൈകിട്ടും ചേർത്ത്. സത്യം പറഞ്ഞ് നഷ്ടമാണ്. ഓർഡർ ഇല്ല. അതുപോലെ ഞാൻ സാമാട്ടിൽ നിന്ന് ഞാൻ ഇത്തിരി എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു വീഡിയോസ് കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല, നമുക്ക് നല്ല യൂട്യൂബിൽ നിന്നും വരുമാനം വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബാലൻസ് ചെയ്ത് പോവേണം. അപ്പോൾ രണ്ടിടത്ത് ഒരേപോലെ വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യൂട്യൂബിന് ഫോക്കസ് ചെയ്യണം, അതിന് സമയം കൊടുക്കണം. അതേ സമയത്ത് സൊമാറ്റോ ജോലിക്ക് സമയം കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ പാട്. ഇവിടെ എഡിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ സമയം പോകും. അവിടെ ഓർഡർ വെച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ എഡിറ്റ് കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നോക്കണത്. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ സമയത്ത് കിട്ടുമ്പോൾ ഷോർട്സ് ഇടും, പിന്നെ ബാക്കി സമയത്ത് ലീവ് എടുത്ത് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് കാര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മെനക്കെടാണ്. 2 ജോലി ചെയ്യാണ്ട് ഇത്തിരി പാടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് പോവുകയാണ്. അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ കഴിക്കാം. ശരി, അതിന് മുമ്പായിട്ട് ഒരു ഹായ് പറയാനുണ്ട് കുറച്ച് പേർക്ക്. ഞാൻ നോക്കട്ടെ ആരൊക്കെയാണുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഹായ് പറയേണ്ട ആൾക്കാർ ആരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സത്യാർത്ഥ് ഹായ്. പിന്നെ ഡ്രീം ലൈഫ് സ്റ്റൈൽ ഹായ്. പിന്നെ ശ്രീദർശ് ഹായ്. പിന്നെ ശ്രീശാന്ത് ഹായ്. എല്ലാം എസ് അല്ലേ. ശ്രീശാന്ത്, ശ്രീദർശ്,
സത്യാർത്ഥ്. ശരി, ഓക്കെ, എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹായ്, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ഓക്കെ, പിന്നെ ചെറിയ പ്രൊമോഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാനോ വിൽക്കാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുണ്ട്, കാർസ് 24 എന്ന കമ്പനി വർക്ക് ചെയ്യാണ് പുള്ളിക്കാരൻ. പുള്ളിയുടെ പേര് വന്നിട്ട് വിപിനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളി നല്ലപോലെ കാർ ന്യായമായ വിലയ്ക്ക് വിറ്റ് തരും. നിങ്ങൾക്ക് കാർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു തരും. ഓക്കെ, അപ്പോൾ അത്ര കഴിക്കാം. കമ്മ റവ ദോശ പ്ലസ് സാമ്പാർ, ചെറുപരിപ്പ് സാമ്പാർ. ദോശ എടുക്കുക, സാമ്പാറിൽ ഇങ്ങനെ മുക്കുക, മുക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടി ലാസ്റ്റ് ഒരു ബുൾസ കേട്ടോ മുട്ടുണ്ട്. നീ ദോശ കഴിഞ്ഞ് നീ എപ്പോഴും ദോശ തിന്നിട്ട് ലാസ്റ്റ് ഒരു ബുൾസ കഴിക്കും. ബുൾസയോ ഓംപ്ലേറ്റ് എന്തെങ്കിലും കഴിക്കും. അത് വേണം, കമ്പൽസറി ആണ്. ഇപ്പോൾ ദോശ അടിപൊളി സൂപ്പർ ഇടാൻ. അപ്പോൾ വേറൊന്നും പറയാനില്ല. എന്റെയോ? അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം, കട്ടക്ക് തന്നെ നിൽക്കണം. ഓക്കെ.